തമ്പുരാൻ്റെ വീട്ടിൽ ചെന്നു ചെങ്ങുന്നൂരാതി തലയിൽ കായി കെട്ടിയവൻ കുഞ്ഞി വിളിച്ചു വേലിക്കുന്നുണ്ട്. തലയിൽ കായി കെട്ടിയവൻ കൂകി വിളിച്ചു, എന്താടാ എന്താടാ ചെങ്ങുന്നൂരാതി, ഇവിടത്തെ എനിക്കൊരു രാവ് തരണം, എന്തൊരു രാവ് വേണം ആ ചെങ്ങുന്നൂരാതി. തമ്പുരാട്ടി മനക്കട വേണോ ചെങ്ങുന്നൂരാതി, അതിലും ചെറുത് വലുതെൻ്റെ പൊട്ടിക്കലുണ്ട്. വെളുപ്പിച്ചാത്തി നാരായം വേണോ ചെങ്ങുന്നൂരാതി, അതിലും ചെറുത് വലുതെൻ്റെ പൊട്ടിക്കലുണ്ട്. പിന്നെ എന്നോട് ചരക്കെല്ലാം വേണോ ചെങ്ങുന്നൂരാതി, അതിലും ചെറുത് വലുതെൻ്റെ പൊട്ടിക്കലുണ്ട്. പിന്നെന്തൊരു രാവാണേടാ ചെങ്ങുന്നൂരാതി, ഇവിടത്തെ ആനക്കിടാവിനെ ഒന്നിനെ വേണം. പണ്ടു നിൻ്റെ അമ്മാവന്മാരെൻ്റെ ആന കളഞ്ഞു, 12 ആനക്കിടാവിനെ പഴയ കളഞ്ഞു. അപ്പോൾ അന്നത്തെ ആനയുടെ വിലയും തരാമേ, ഇന്നത്തെ ആനയുടെ കൂലിയും തരാമേ. അപ്പോൾ പറഞ്ഞു, ഒറ്റ കൊമ്പനൊരു കൊമ്പനാന കുന്നുവാനാന, അവൻ മാത്രമേ ഇവിടെയുള്ളൂ ചെങ്ങുന്നൂരാതി. ഇവൻ കുമ്പിളു കുത്തി പാണം ചൊരിയുന്നു, തമ്പുരാൻ്റെ മുന്നിൽ കുമ്പിളു കുത്തി പാണം ചൊരിയുന്നു. പണം കണ്ടു മാനം കുളിർത്തല്ല വല്യമ്പുരാനും, എന്നു നീ ചോദിക്കേടോ ചെങ്ങുന്നൂരാതി. ഒറ്റക്കൊമ്പനൊരു കൊമ്പനാന കുന്നുവാനാന, നിൻ്റെ കൂടെ പോരാമെന്ന് ചോദിക്കുന്നു. ചെന്നങ്ങു ചോദിക്കുന്നു ചെങ്ങുന്നൂരാതി, നമുക്കൊരു യാത്ര പോകണം, നീ പോരാന്നുണ്ടു കേൾക്കണേ പൊറ്റരുതല്ലേ, ഞാനൊരു യാത്ര പോകണേ ഒറ്റരുതന്നെ. അമ്മയുടെ സമ്പാദ്യം തരണം എനിക്ക്, അമ്മയുടെ സമ്പാദ്യം തരണം എനിക്ക്. എന്തൊരു സമ്പാദ്യം പൊന്നുമകൻ, എന്തൊരു സമ്പാദ്യം പൊന്നുമകനെ, അമ്മയുടെ കാപ്പും വളയും തരണം. കാപ്പും വളയും പെണ്ണിന് കൊടുക്കാൻ, അമ്മയുടെ കാപ്പും വളയും തരണം, അമ്മയുടെ കാപ്പും വളയും കൊടുത്തു. അമ്മയുടെ തൃപ്പാദം അവൻ വീണു തൊഴുതേ, അമ്മയുടെ വലമൂലയവൻ തൊട്ടു തൊഴുതു. അമ്മയുടെ തൃപ്പാദം അവൻ വീണു തൊഴുതേ, അമ്മയുടെ വലമൂലയവൻ തൊട്ടു തൊഴുതു. യാത്ര പറഞ്ഞു വേഗം പോകുന്നതുണ്ട്. കുന്നാങ്കോട്ടെ പോയി കുന്നുവാങ്കോട്ടയിലും ചെല്ലുന്ന നേരം കുന്നുവാൻ പെണ്ണിനെ കണ്ടവയുടെ കല്യാണ ചെറുക്കനുമായി ചുറ്റി നടന്ന് കോട്ടകളെല്ലാം കാട്ടി നടക്കുക കണ്ട്. എനിക്കൊരു കരിക്കു തരുവോടി കൊച്ചടിയാട്ടി, എനിക്കൊരു കരിക്കു തരുവോടി കൊച്ചടിയാട്ടി. തെങ്ങലും കേറാനും ആണുങ്ങളില്ല, ആണിക്കും കൊച്ചടിയാനും ഏത് തന്നെയടി. അതെൻ്റെ അച്ഛൻ്റെ പെങ്ങളമാനെൻ്റെ മച്ചുനനാണ്, അവനോമേതെങ്ങേലും കയറരുതോടി. 12 പനിയും പിടിച്ച് കിടന്നവനാണേ, നാഴിയോളം പൊക്കത്തിലും അവൻ കയറിയിട്ടുമില്ല, തന്നില്ല. നിന്നെ എങ്ങും കെട്ടിയില്ലേടി കൊച്ചടിയാട്ടി, നിന്നെ എങ്ങും കെട്ടിയില്ലേടി കൊച്ചടിയാട്ടി. ഏറെ ചെറുപ്പത്തിലെന്നെ കെട്ടിയതാണേ, കെട്ടിയ പന്തലിലും എന്നെ ഇട്ടേച്ചും പോയി. കാലം പാതിറ്റാണ്ടായി 12ആയി, ഒറ്റപ്പുത്തനൊരു പുത്തം പോലും തന്നിട്ടുമില്ല. ഒന്നെങ്കിൽ കണ്ടെന്നാലേ തങ്ങളെ പോലെ ഇവരെ പോലെ ഇരിക്കണമെന്ന്, ഒന്നെങ്കിൽ കണ്ടെന്നാലേ തങ്ങളെ പോലെ എന്ന് പറയുന്നു പോകുകയും ചെയ്തു. ഇപ്പം നേരവും സന്ധ്യയല്ലോ കൊച്ചടിയാട്ടി, ഞാൻ നിങ്ങളുടെ കല്യാണ വീട്ടിലൊന്ന് താമസിച്ചോട്ടെ. സന്ധ്യ ഇപ്പോൾ പോകാനും വഴി അറിയില്ല, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഞാനും എൻ്റെ ആനയും ഒരു വശമുണ്ട്. അപ്പോൾ അച്ഛനോട് ചെന്ന് ചോദിച്ച്,
അപ്പം അച്ഛൻ പറഞ്ഞു അവിടെ ആ പുളി ആ മരത്തെ തളച്ച് കിടന്നോളാൻ പറഞ്ഞു. മരത്തെ ആനയെ താളച്ച് കിടന്നു കല്യാണം അവിടെ തന്നെ നടക്കുന്നതുണ്ട്. അപ്പം ആനയോട് പറഞ്ഞു, ഞാൻ കെട്ടിയ പെണ്ണാനാണ് കുന്നുവാനാനെ, ആരും കൊണ്ട് കെട്ടിക്കരുതേ കുന്നുവാനാനെ, നമ്മൾക്ക് കൊണ്ടുപോകാനായി വന്നത് തന്നെ ആരും കൊണ്ട് കെട്ടിക്കരുതേ കുന്നുവാനാൻ. ആരാട്ടി തലകുലിക്ക് ആന സമ്മതിച്ചു. എന്നിട്ടായി ചെന്ന് കിടക്കണത്. പിറ്റേ ദിവസം നേരം വെളുത്തു കല്യാണ ചെറുക്കേനും പന്തലി വന്നു. പെണ്ണും യാത്രയായി പന്തലി വന്നു. താലി കെട്ടാനുള്ള സമയത്ത് നീ പ്രാന്തളകണം, കെട്ടിക്കരുതെന്ന് പറഞ്ഞില്ലേ. താലിയും കെട്ടണ സമയത്ത് നീ പ്രാന്തളകണം, എല്ലാവരെയും ഓടിക്കണം, കൊല്ലാവുന്നതൊക്കെ കൊല്ലുകയും ചെയ്ത് ചവിട്ടിക്കൊന്നു, എല്ലാത്തിനും ഓടിക്കുകയും ചെയ്യുക വേണം. പെണ്ണിനെ മാത്രം ഒന്നും ചെയ്യരുത്, നമുക്ക് കൊണ്ടുപോകണം. എല്ലാവരും ഓടിച്ച് കൊന്ന് ചാനപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി. അന്നേരം എൻ്റെ അച്ഛനെ കൊല്ലേണ്ട കാര്യം വല്ലതും ഉണ്ടാകുമെന്ന് പറയാൻ മേലായിരുന്നോ, ഞാനാണ് എന്ന് പറയാൻ മേലായിരുന്നാന്ന് വെച്ച് എന്നെ ചെയ്ത പക തീർത്തതാന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് അവർ കെട്ടിക്കൊണ്ട് പോയി.